നോമ്പറിനതിന് ശേഷം ഞാൻ എന്തൊക്കെ കഴിച്ചു എന്നാണ് കേട്ടോ കാണാൻ വേണ്ടി പോണത്. ഇന്നലെ ഞങ്ങൾ എല്ലാവരും പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലൊരു മുതലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തേക്ക് പോയതുകൊണ്ട് തന്നെ എല്ലാവരും ക്ഷീണത്തിലുണ്ട് വന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. പൊരിക്കടിയും അതുപോലെ തന്നെ പൊറാട്ടയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2 തരം ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പൊരിക്കടി ഐറ്റംസ് മോമോസും പഴംപൊരിയും അതുപോലെ തന്നെ ഈത്തപ്പഴം പൊരിച്ചതും സമൂസയും ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് ആയിട്ട് ബത്തക്കയും മുന്തിരിയൊക്കെ ഒന്നും ഉണ്ടായിരുന്നത്. ഇന്നലത്തെ റമദാൻ വ്ളോഗ് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അത്രയും ക്ഷീണത്തിലായിരുന്നു വന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബാഗ് കൊടുത്തപ്പോൾ തന്നെ ഒരു കാരക്കാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാബു ഉണ്ടാക്കി ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ലൈം നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് മധുരത്തിന്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അടുത്തതായി ഒരു ഗ്ലാസ് ടാങ്ക് ആണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കിട്ടി കൊടുത്തിട്ടുള്ള മോമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സമോസ ഇഷ്ടമല്ലാത്തതുകൊണ്ടും എനിക്ക് അതിന്റെ പകരം മോമോസ് ആക്കിയതാണ് കേട്ടോ. പിന്നെ പഴംപൊരി കഴിച്ചിട്ടുണ്ടായിരുന്നു. പഴംപൊരി എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. വലിയൊരു കോണമില്ലാത്തമായി തോന്നി. പിന്നെ നമ്മൾ ഈത്തപ്പഴം പൊരിച്ചാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഈത്തപ്പഴം കുറച്ച് ഉറപ്പുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇമ്മ സൈഡിൽ ഇരുന്നിട്ട് ഇന്റെ കാട്ടിക്കൂട്ടിലാണ്ടായിട്ട് പെരിഞ്ചേറിയെന്നു കേട്ടോ. പൊരിക്കടിയൊക്കെ ഏകദേശം ഒരു വഴിയായപ്പോ ഞാൻ നേരെ ഫ്രൂട്ട്സ് കിടന്നിട്ടുണ്ടായിരുന്നു. 3 കറുത്ത മുന്തിരി ഉണ്ട് ഫസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. വലിയ ചോയ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ 3 പച്ചമുന്തിരി കഴിച്ചു. അത് ചെറിയൊരു പുളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നല്ല പൊറാട്ടയും ചിക്കൻ മുളകിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വാട്ട് ഈറ്റിംഗ് എ റമളാൻ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അങ്ങനെ തന്നെ പറയുന്നത് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.